സ്വാഗതം. ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മളെ കുറ്റ്യാടി വിടുകയാണ്. കുറ്റ്യാടി ടൗണും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളിവിടെ മെറാക്കി സൈക്കിൾസിലാണ് ഞങ്ങൾ താമസം കാര്യങ്ങളൊക്കെ. ഇവർ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോകല്ലേ, നമ്മൾ ഇനിയിപ്പോൾ പേരാമ്പ്ര ഭാഗത്തേക്കാണ് യാത്ര. അപ്പോൾ എന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ടോ, ഒരുപാട് ഹാപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സൈക്കിൾസിൻ്റെ. നമ്മൾ ആർക്കെങ്കിലും സൈക്കിളും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഭാഗങ്ങളിലുള്ളവർ ഈ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ എവിടെയാണെങ്കിലും അല്ലേ, ഇവിടെ വരിക. ഇനി വരാൻ പറ്റിയില്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇവർ അയച്ചു തരും. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും. അതെ, സർവീസ് പക്കയാണ്, ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എന്താണെങ്കിലും, അതെന്താണെങ്കിലും, ഏത് സൈക്കിളാണെങ്കിലും, ഏത് മോഡലാണെങ്കിലും, ഏത് കുട്ടികൾക്കാണെങ്കിലും, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഇവിടെ സാധനമുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ അയച്ചു തരും. ഇനി അവിടെ നിങ്ങളെ വീട്ടിലിരുന്നിട്ട് വേണമെങ്കിലും ഓർഡർ ചെയ്യാം, അവിടെ സാധനം അല്ലേ. അപ്പോൾ ഇവരുടെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേറെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അത് താല്പര്യമുള്ള എന്തായാലും വിളിക്കാം. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോയിട്ട് ഞങ്ങൾ പേരാമ്പ്ര അല്ലേ, പേരാമ്പ്ര. അപ്പോൾ കുറച്ച് കിലോമീറ്റർ ഉണ്ടല്ലേ, അപ്പോൾ ഒന്ന് പോയാൽ നമുക്ക്. ഞങ്ങൾ കുറ്റ്യാടിയും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്ത് ഇനി അടുത്ത സ്ഥലത്തേക്ക് പേരാമ്പ്രയ്ക്കുള്ള റൈഡിലാണ്. ഇപ്പോൾ മാഷോടി ഉണ്ട്, സുന്ദരകുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കുറ്റ്യാടിയിലെ പാലമാണ്. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള, നല്ല വീതിയും താഴൊക്കെയുള്ള പാലല്ലേ മാഷേ. അപ്പോൾ ഞങ്ങൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പോയിക്കൊണ്ടേ ഇരിക്കുക, ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അതാണ് മിഷൻ 𝑟𝑢𝑝𝑒. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലം തുടങ്ങുമ്പോൾ വലിയ കട്ടറും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു അല്ലേ. 6 വീലുള്ളതുകൊണ്ട് കട്ടറും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അങ്ങോട്ട് ചാടിയങ്ങ് പോകും. അതെ, പിന്നെ കുറച്ച് എല്ലാ സ്ഥലത്തും കുറച്ച് ഓയിൽ ഇടാണ്ടല്ലോ പക്ഷേ. നമ്മൾ വണ്ടി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഓയിൽ, ഗ്രീസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും തൊട്ടില്ല വണ്ടിയിൽ. പച്ചപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അടുത്ത ടൗണിലേക്ക് എത്തുമ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. പോയില്ലേ കുറ്റ്യാടിയിൽ നിന്ന് പേരാമ്പ്ര റോഡിൽ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് കടിയങ്ങാട് എന്ന സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ വന്നപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെട്ടില്ലേ മാഷേ? ആരാത്? എൻ്റെ ഏട്ടനാണ്. മാഷിൻ്റെ ഏട്ടനാണ് പരിചയപ്പെട്ടു കേട്ടോ. ഇവിടുന്ന് മാഷിൻ്റെ വീട്ടിലേക്ക് വളരെ കുറഞ്ഞ ദൂരമുള്ളൂ. അപ്പോൾ മാഷ് വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. മാഷിൻ്റെ ഏട്ടൻ അതെ. ഈ ഷോപ്പിൻ്റെ പേര് ഗാർഡൻ ആർട്ടിസ്റ്റ് എന്നല്ലേ, ആർട്ട് എന്നാണ് അല്ലേ, ഗാർഡൻ ആർട്ടിസ്റ്റ് എന്നാണ്. അതെ. അപ്പോൾ നല്ല അടിപൊളി ഒരു ഷോപ്പ് കേട്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അതപ്പോൾ ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ട് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ആർക്കെങ്കിലൊക്കെ ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ കുറേ പ്രത്യേകതയുണ്ട്. കുറേ ഗാർഡൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഇവിടെയുണ്ട്. അതെ, ടൈൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരാം എന്നാണെങ്കിലും. ഇത് സ്ഥലം കടിയങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ, ചങ്ങരവത്ത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷോപ്പുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാം. ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി ഈ ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഫ്ലോർ ചെയ്യുന്നുണ്ട്, അത് മുറ്റം കരകളൊക്കെ ഇതേപോലെ മനോഹരമായി ചെയ്യാനുള്ള സംഗതികളെല്ലാം ഉണ്ട്. പിന്നെ ചട്ടികൾ, മാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളും. ഇതെല്ലാം നമ്മളിവർ പുറമേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും ഉള്ളിലെ കാഴ്ചകളും കാണാം. ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയേ, സൂപ്പർ അല്ലേ. ആർട്ട് വർക്കുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇവിടെയുള്ള പ്രത്യേകതകളും എന്തൊക്കെയാണ് ഗാർഡനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇവർ ആർട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇത് അവരുടെ ഷോപ്പിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഏട്ടനെ ഒന്ന് പരിചയപ്പെടണ്ടേ. ഏട്ടനെ പരിചയപ്പെടാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളിന്ന് വീട്ടിലേക്കാണ് പോകണേ, അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ ഷോപ്പിൻ്റെ ഓണർ ഇത് നമ്മളെ വിജയേട്ടനാണ്. വിജയേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ വിജയേട്ടനോടും ഇവരോടും ചോദിച്ചു നോക്കാം ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്ന വർക്കും കാര്യങ്ങളും ആർട്ടും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചു നോക്കാം. ആരാ പറയുന്നത് വിജയേട്ടാ, ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത്? അതെ ചേട്ടേ, പേര്? എൻ്റെ പേര് ഷിജു. നമ്മൾ ഗാർഡനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് കേരളത്തിലെവിടെയും. അതുപോലെ തന്നെ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണ്, താണ്ടൂർ സ്റ്റോണ്, കടപ്പ, എല്ലാതരം കല്ലുകളും നമ്മൾ മുറ്റത്ത് വിരിച്ചു കൊടുക്കുന്നതാണ്.
അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ ഗ്യാപ്പിൽ കല്ലിൻ്റെ ഗ്യാപ്പിൽ ഇരിക്കാനുള്ള പുല്ല്, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസും ചെയ്ത് കൊടുക്കുന്നുണ്ട്, നാച്ചുറൽ ഗ്രാസും. ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെയും ഏത് ഭാഗത്താണെങ്കിലും ഏത് മോഡൽ വേണമെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കുന്നു. കസ്റ്റമറുടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏത്. പിന്നെ നമ്മുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള പോട്ട്സ്, അതായത് ഗാർഡൻ ആവശ്യമായ പോട്ട്സുകൾ, അതായത് ഫൈബറിൻ്റെ ഉണ്ട്, സെറാമിക്, ക്ലേ പോട്ട്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പോട്ട്സുകളും നമ്മുടെ ഉണ്ട്. അതുപോലെ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ, അത്യാവശ്യം നല്ല കുഞ്ഞു കുഞ്ഞു ചെടികൾ അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്ന എല്ലാ ഐറ്റംസും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വീട്ടിലേക്ക് വെക്കാൻ പറ്റുന്ന സെറാമിക് പോട്ട്സ് ആണ്. അതിപ്പോൾ എത്ര കാലം നിന്നാലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. സെറാമിക് പോട്ട്സ് ആണ്, ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ്. ഇത് ക്ലേ ഉള്ള ഐറ്റംസ് ആണ്. ക്ലേ ആണ്. ഇതിൽ നമുക്ക് താഴോട്ട് പോട്ട്സ് ഉണ്ട്, അതായത് നമ്മുടെ ഓർക്കിഡിനുള്ള പോട്ട്സ്, അതുപോലെ തന്നെ ലൈറ്റ് വെക്കാനുള്ള പോട്ട്സ്, അങ്ങനെയുള്ള എല്ലാ തരം ക്ലേയിലുള്ള പോട്ട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മുകളിലോട്ടുള്ള PVC-ന്റെ ചട്ടികളാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഷോപ്പ് ബേസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം. ചട്ടികളും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കില്ല. നമ്മൾ കേരളത്തിൽ എവിടെയും ചെയ്യുന്നത് കല്ലുകളാണ്, ആർട്ട് വർക്ക്, അതായത് സ്റ്റോൺ വർക്കുകൾ. മുറ്റത്ത് കഴിക്കുന്ന കല്ല് എല്ലാ ഭാഗത്തും ചെയ്തു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു ചെടിയുണ്ട് കേട്ടോ. ആ ചെടിയുടെ പേര് മാൽപീജിയ അല്ലേ? മാൽപീജിയ. ഇതിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം. ഇത് എത്ര വർഷം പഴക്കമുള്ള ഇടയിൽ? 4 മുതൽ 5 വർഷം പഴക്കമുള്ള. അത് വളരെ കഷ്ടപ്പെട്ട് ഈ ആകൃതിയിലാക്കിയെടുക്കുന്ന അല്ലേ? അതെ, പല ആകൃതിയിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏത് മോഡൽ വേണമെങ്കിൽ ഈ ചെടീനെ ആക്കിയെടുക്കാം അല്ലേ? അടിപൊളി, നല്ല സംഗതി. ഇതൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇത് ഒരു ബോട്ടിലെ ആകൃതി. പിന്നെ ഒരു ബോൾ ഇരിപ്പുണ്ട് ഇവിടെ, ഒരു ബോള്. പിന്നെ ഇതും ഒരു ബോട്ടിൽ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറെ ഒന്നും കൂടി. ഇത് കുറച്ചും കൂടി ഇലകളൊക്കെ അങ്ങനെ തിക്കിൽ വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, ഫൈക്കസ് ഫാണ്ട എന്ന് പറഞ്ഞിട്ടൊരു ചെടി കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇത് ചെടിയാണോ എന്നോ? ഇതിങ്ങനെ പിരിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് വിചാരിക്കുമ്പോൾ ഇത് ചെടിയല്ലാതെ, പക്ഷേ ഇതൊരു ചെടിയാണേ. ഇത് കണ്ടോ, ഇതൊരു ചെടിയാട്ടോ. നല്ല ഭംഗിയില്ലേ നോക്കി. ഇത് അങ്ങനെ പിരിഞ്ഞിരിക്കുന്നുണ്ടോ? അതുപോലെ ഇതേപോലെ മനോഹരമായ ചെടികളും ഇവിടെയുണ്ട്.